പൈസ വരുമ്പോൾ നമുക്കറിയാം ആരുടെയൊക്കെ കണ്ണ് ഇതിൽ 1 2 3 4 5 6 7 8 പാത്രമുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കട്ടെ, ഇന്ന് സിനിമയ്ക്ക് പോകണം. ഇന്ന് റെട്രോ കാണാൻ പോകണം. ഇപ്പം ഞാൻ സമയം ഓൾറെഡി ഞങ്ങളുടെ സമയം നല്ലോണം വൈകി. അതുകൊണ്ട് ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ. നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡും കഴിക്കും. എന്താവും അറിയത്തില്ല. നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. നിസ്സാരം. ജിമ്മൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം, സിനിമയ്ക്ക് പോകണം. അതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ഫുഡ് കഴിക്കാണ്. പക്ഷേ ഇവിടുന്ന് നമ്മുടെ രാവിലെ ബിരിയാണിയാണ്. ജിമ്മിൽ പോയിട്ട് ബിരിയാണി കഴിക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് വിചാരിച്ച് മാളിലാണല്ലോ സിനിമയ്ക്ക് പോകണേ. അപ്പം മാളിൽ നിന്ന് എന്തെങ്കിലും വരെ തിന്നാം എന്നാണ് വിചാരിക്കണത്. പക്ഷെ ഞാൻ സിനിമ എന്തോ 12 മണിക്കാണ്. ഇപ്പോൾ 11:30 ആയി. മാളിലെത്തി ബ്ലോക്ക് കഴിഞ്ഞ് മാളിലെത്തുമ്പോഴത്തേക്കിനും ഒരു സമയമാവും. അങ്ങനെ നമ്മൾ B4 ഓക്കെ നമ്മൾ ഇവിടെ എത്തി. അയ്യോ, മെഗാ സിറ്റി മാളിലെത്തി. വിശന്നിട്ട് തളരണം ഭയങ്കരമായിട്ട്. ഇന്നലെ രാത്രി കഴിച്ചതാണ്, പക്ഷെ എന്നാലും നല്ല വിശപ്പ്. ആവേശത്തിന് ഒരു വെല്ലിക്കാട്ടം കടയിൽ ഞങ്ങൾ പിടിച്ച് കയറിയിട്ടുണ്ട്. പൈസ വരുമ്പോൾ നമുക്കറിയാം ആരുടെയൊക്കെ കണ്ണ് തള്ളൂ. കാല് ഞാൻ കാണിച്ചു തരാം. നല്ല ആംബിയൻസാണ്. ഇളപ്പനുസരിച്ച് കൈ കഴുകാൻ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുതരും. എന്നിട്ട് എനിക്ക് തോന്നണ ഭയങ്കര പൈസയാണ്. പാത്രമൊക്കെ വലിയ പാത്രമാണ് അവർ തന്നേക്കണേ. ഇതിൽ 1 2 3 4 5 6 7 8 പാത്രമുണ്ട്. ഇതെന്താ കണ്ടിട്ട് വേറെന്തെങ്കിലും തോന്നുന്നു. ഇതിന്റെ പേര് ജൽജീര എന്നാണ്. ആണോ? പാനിപ്പൂരിയിൽ വെള്ളം എന്ന് അവർ പറയണേ. ഞാൻ നോക്കിച്ചോട്ടെ. ഇളകി പോയിരിക്കും അങ്ങോട്ട്. എനിക്കെന്താ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയ എന്താണെന്നറിയാം, അഷ്ടചൂർണ്ണയില്ലേ വെള്ളത്തിൽ കലക്കി എടുത്തന്ന പോലെ. സ്പെഷ്യലാ. ബട്ടർ മിൽക്ക് തന്നിട്ടുണ്ട്. നമ്മളന്ന് ഇവിടെ പോയപ്പോഴത്തേക്കിനും ഉണ്ടാക്കിയ കഴിച്ച കുറേ സാധനത്തിൻ്റെ ടേസ്റ്റ്. താജ്മഹൽ കാണാൻ പോയപ്പോഴത്തേക്കിനും ഇതിനൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും.
ഇതല്ല, ഈ കേക്ക് എന്താന്ന് ചോദിച്ചോക്കാം. സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്നത് അല്ലല്ലോ, നമ്മുടെ വട്ടയപ്പം പോലെ. ഇതെന്ത് ഇതെന്തോടത് ആണോ? മധുരമുള്ള വട്ടയപ്പത്തിൻ്റെ അതേ ഒരു ഇതിലും വട്ടയപ്പം പോലെ ഉണ്ട്. सेपरेट डिशेस नहीं, ये वेजिटेबल्स है, जैसे आलू पालक है, पनीर बटर मसाला है, मूंग मसाला है, फ्लावर टोमेटो मटाना है, ये दाल है राजस्थानी, ये चाट है, मिक्स चिली चाट है, ये रायता है, रायता। दिस वन इज व्हाट? ये मैंगो है, मैंगो आम रस बोलते हैं। ഇവിടെ പറഞ്ഞത് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നും ഇല്ല. എന്തോ രാജസ്ഥാനി ഡിഷസ് ഒക്കെയാണെന്നാണ് പറയുന്നത്. രാജസ്ഥാനി താളി. ചപ്പാത്തി അടിപൊളി. ഇത് എന്തൊക്കെ ശർക്കര ഒക്കെ ഇട്ടിട്ടുണ്ട്. ശർക്കര ഏത് കഴിച്ചത്? ഞാൻ കഴിച്ചില്ല, കഴിച്ചു. ഒരു മധുരം തന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൽ എന്തൊക്കെ എരിവുള്ള സാധനങ്ങളുണ്ട്. നല്ല ബാലൻസ് ആവാനായിരിക്കും. പിന്നെ ചോറ് വന്നു. നല്ല നെയ്യാണ്. ഇന്നലെ പോയി വന്നിട്ടുള്ള നെയ്യ് മൊത്തം മാരിയിട്ട് കഴിക്കും. ഇനി നമുക്ക് മാംഗോൻ്റെ ആ സാധനം കഴിക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ മാങ്ങേൻ്റെ പക്ഷേ മധുരം എൻ്റെ തല കറക്കും. ഇത് എങ്ങനെ കഴിക്കണത്? രണ്ടാമത് ഞാൻ ഒന്നാമത് എനിക്ക് തല കറങ്ങണം മധുരം വെച്ചിട്ട്. അതുകൊണ്ട് ഒരു അച്ചാറില്ല. ഫുഡ് എനിക്കിഷ്ടമായി. നിനക്കിഷ്ടമായിട്ടാ ട്രിംസ്? ഇഷ്ടമായി. ട്രിംസിന് ഇഷ്ടമായി. ആദ്യമോനും ഇഷ്ടമായി എന്നാ പറഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ മേ ബി നമ്മൾ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാവാം അതിന് ടേസ്റ്റ് വ്യത്യാസമുള്ളത് എനിക്കത്ര പിടിച്ചില്ല. പക്ഷെ ചിലത് എന്തോ ഈ മറ്റേ കേസരിയൊക്കെ, ഇതിൻ്റെ കുമ്പളങ്ങേൻ്റെ എന്തോ കേസരിയൊക്കെ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മധുരം ഒത്തിരി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തല ഇറങ്ങുമായിരുന്നു. മറ്റേ മാംഗോൻ്റെ ആ സാധനം കഴിച്ചപ്പോൾ തന്നെ തല ഇറങ്ങും. കങ്കുവ പോലെ ആവുമോ ബെറ്ററോ? അമ്മേ ഒരു വടം, അണ്ണൻ്റെ വടം. കാർത്തിക് സൂര്യാജിനെയാണ് എനിക്ക് വിശ്വാസം. എന്താ നിനക്കെന്താ? അണ്ണം പൊളിക്കും. അതെ, പൊളിക്കും. ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ മറ്റേ അതെന്തായിരുന്നു കങ്കുവ കാണാൻ പോയപ്പോൾ അണ്ണം പൊളിച്ചായിരുന്നു. ഞാനും അത് മാത്രം ഉറങ്ങിയില്ല, ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങി. അങ്ങനെ പടം കഴിഞ്ഞു. ഇവിടെ ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല, എനിക്ക് മാത്രമേ പടം ഇഷ്ടം. മോശം പടം.
എനിക്ക് മാത്രമേ ഇഷ്ടമായുള്ളൂ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഞങ്ങളുടെ ഒപ്പം വന്ന ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് തോന്നണത് തിയേറ്ററിൻ്റെ പ്രശ്നമാണ്. ബിക്കോസ് തിയേറ്റർ ഒരു ചത്ത തിയേറ്ററാണ്. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പോഴും ഇതേപോലെയുള്ള മാളിലെ തിയേറ്ററുകളിൽ ഒന്നും പോകരുത്. നമ്മളല്ലാണ്ട് നമ്മുടെ ലക്ഷ്മിയിലോ ബാലാജിയിലോ ഒക്കെ പോയി കണ്ടാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നു. എനിക്ക് മാത്രമേ പടം ഇഷ്ടമായുള്ളൂ. നമ്മുടെ ഇവിടെ എന്തോ എലികളാണ്. 1, 2 വേറെ എങ്ങനെയോ ഉണ്ട്. 3 പേരുണ്ട്. കേക്കൊക്കെ എടുത്തിട്ട് ഓടങ്ങണ്ട. ചില സമയത്ത് നമ്മുടെ കാലിൽ കൂടെ വരെ കയറി പോകുന്നതാണ്. പത്രമുള്ളൂ കൈസ് ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ആഗമന നിഗമനം. ടാറ്റ, ബൈ ബൈ.